അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 8 മണിക്കാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായിരിക്കുന്നത്. 8 മണിക്കാണ് രാവിലെ 2 മത്സ്യത്തൊഴിലാളികൾ വിൽസനും മഹേഷും അവർ വിഴിഞ്ഞത്തേക്ക് 2 വള്ളം ആങ്കർ ചെയ്യാൻ വേണ്ടി നാളെ പണിക്ക് പോകാൻ വേണ്ടി അവിടെ നിന്ന് പോകാൻ വേണ്ടി 2 വള്ളം കടലിലേക്ക് ഇറക്കാനാണ് അവർ ആഗ്രഹിച്ചത്. ആദ്യത്തെ വള്ളം ഇറങ്ങിയപ്പോൾ തന്നെ കടലിൽ മറിഞ്ഞ് അങ്ങനെ 2 പേരും നീന്തി രക്ഷപ്പെടാൻ ശ്രമിച്ചു. വിൽസൺ കരയിലേക്ക് രക്ഷപ്പെട്ടു. മഹേഷാണ് ഏതാണ്ട് ഇവിടെ നിന്നൊരു തീരത്ത് നിന്നൊരു 50 മീറ്റർ മാറിയാണ് 50 മീറ്റർ മാറിയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. അപ്പോൾ തന്നെ കൗൺസിലർ ഐറിനെ അറിയിച്ച അനുസരിച്ച് കളക്ടറെയും കോസ്റ്റ് ഗാർഡ്, പോലീസ്, ഫിഷറീസ് അവരെല്ലാം സമയത്തിന് അറിയിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് കോസ്റ്റ് ഗാർഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ബോഡി കണ്ടെടുക്കുന്നതിനുള്ള ആളെ കാണാതെ പോയ ആളെ കണ്ടെത്തുന്നതിനുള്ള പരിശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും കണ്ടെത്താം. ഏതായാലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഉൾപ്പെടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇവിടെ തന്നെ സജീവമായിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡുണ്ട്, പിന്നെ ജില്ലാ ഭരണകൂടവും ഇതിൻ്റെ തിരച്ചിലിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമവും സഹായവും നൽകിക്കൊണ്ടിരിക്കുകയാണ്. തീരദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുകയല്ലേ? ജാഗ്രതാ നിർദ്ദേശം ഉണ്ടെങ്കിലും പിന്നെ മത്സ്യബന്ധനത്തിന് പോകണ്ടെന്നൊരു നിർദ്ദേശം ഇന്നില്ല. ഇതിപ്പോൾ മത്സ്യബന്ധനത്തിന് പോയതല്ല. ഇന്ന് ഇവിടെ നിന്ന് പിന്നെ ഈ വള്ളം, ഈ പ്രദേശത്ത് നിന്ന് വള്ളം നേരെ പിന്നെ ഇവിടത്തേക്ക് നമ്മുടെ പിന്നെ വിഴിഞ്ഞത്തേക്ക് ആങ്കർ ചെയ്തിട്ട് നാളെ രാവിലെ അവിടെ മത്സ്യബന്ധനത്തിന് പോകാൻ വേണ്ടി വള്ളം തള്ളിയതേ ഉള്ളൂ. അന്വേഷണം ഊർജിതമായ ഘട്ടത്തിൽ തന്നെ തിരച്ചിൽ വളരെ സമയബന്ധിതമായി തന്നെ ഇപ്പോൾ തന്നെ എല്ലാവരും എത്തിക്കഴിഞ്ഞല്ലോ. അപ്പോൾ വളരെ ക്വിക്കായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്തു. കളക്ടറുമായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ തന്നെ നടപടി ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റ് ഗാർഡൊക്കെ വളരെ നേരത്തെ എത്തി. അപ്പോൾ തന്നെ വിത്തിൻ 1 അവർ തന്നെ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഷമി MLA നമ്മളോട് പ്രതികരിച്ചത് ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ കാര്യമായ ഇടപെടൽ നടത്താൻ സാധിച്ചു. MLA അറിയിച്ചു, ഒപ്പം തന്നെ കൗൺസിലറെ അറിയിച്ചു, ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ഉടൻ തന്നെ കോസ്റ്റൽ പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം അല്ലെങ്കിൽ ഈ ആളെ മഹേഷിനെ കണ്ടെത്താനുള്ള തെരച്ചിൽ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 2 മണിക്കൂർ പിന്നിട്ട് എങ്കിൽ കൂടിയും വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സംഘവും ഇവിടെയുള്ളത്. മാത്രമല്ല ഈ വള്ളം ഇറങ്ങി വെറും 50 മീറ്റർ അകലെ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടാകുന്നത്. പെട്ടെന്ന് തന്നെ നീന്തി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും കൂടെയുണ്ടായിരുന്ന ആൾക്ക് മാത്രമാണ് രക്ഷപ്പെടാൻ പറ്റിയത്. ഒപ്പമുള്ള ഈ മഹേഷ് ഒപ്പമുണ്ടായിരുന്നെങ്കിൽ കൂടിയും തിരയിൽപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മാത്രമല്ല മത്സ്യബന്ധനത്തിന് ഇറങ്ങിയതല്ല, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മത്സ്യബന്ധനത്തിന് ഇറങ്ങിയതല്ല ഇവർ. ഈ ഒരു മത്സ്യബന്ധനത്തിനായുള്ള വള്ളം മറ്റ് വിഴിഞ്ഞം ഭാഗത്തേക്ക് എത്തിക്കാനായുള്ള ശ്രമത്തിനിടെയാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായിരിക്കുന്നത് എന്നാണ് പ്രദേശവാസികളിൽ നിന്നും അറിയാൻ സാധിച്ചത്. നിലവിൽ കോസ്റ്റൽ സംഘം ഇവിടെ തുടരുകയാണ്, അന്വേഷണം ഊർജിതമാക്കുകയാണ്. പെട്ടെന്ന് തന്നെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്.